വിശദമായ വാർത്തയിലേക്ക്. രാജ്യത്തിന് അഭിമാനമാണ് BPCL വികസന പദ്ധതികളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യം കൂടുതൽ ഊർജ്ജ ഉറവിടങ്ങൾ തേടുകയാണെന്നും 23 കോടി ജനങ്ങൾക്ക് പുതുതായി ഗ്യാസ് കണക്ഷൻ നൽകാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കിയത് IRIPയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. कोचीले सहोदरी सहोदरन मारे एल्लार्कोम अंटे नमस्कारम. I'm happy to be here at Kochi, the king of Arabian Sea, the Blue Sea, the backwaters, the great Periyar River, the greenery all around, and its dynamic people make Kochi indeed a queen among the cities. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും നിമിഷങ്ങൾക്കകം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവമോർച്ച സമ്മേളനത്തിൽ സംസാരിക്കും. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിനീത വിജിയുണ്ട്. സുവി വിശ്വനാഥും പ്രസാദ് ഉടുമ്പശ്ശേരിയും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനീതയിലേക്ക്. വിനീത, കൊച്ചിയിൽ നിന്ന് എപ്പോഴാണ് പ്രധാനമന്ത്രി തേക്കിൻകാട് മൈതാനിയിലേക്ക് തിരിക്കുന്നത്? വിശദാംശങ്ങൾ. നിലവിൽ ഇവിടുത്തെ പരിപാടികളൊക്കെ തന്നെ പൂർത്തിയായി. അദ്ദേഹം കൊച്ചിയിൽ നിന്ന് തിരിക്കുന്നതിനായി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ നിന്ന് തൃശ്ശൂരിലേക്ക് തിരിക്കും. സംയോജിത റിഫൈനറി വികസന കോംപ്ലക്സ് അദ്ദേഹം രാഷ്ട്രത്തിനായി സമർപ്പിച്ചു. പദ്ധതി കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിച്ച ഉദ്യോഗസ്ഥരെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. പദ്ധതി കേരളത്തിന്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ അഭിമാനകരമായ ഒരു നിമിഷത്തിലേക്കാണ് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചതിലൂടെ അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പദ്ധതിയിൽ പങ്കെടുക്കാൻ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വിമാനത്തിന് ചെറിയ തകരാറ് സംഭവിച്ച കാരണം അദ്ദേഹത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ കൃത്യസമയത്ത് എത്താൻ കഴിയുമോ എന്ന തരത്തിലുള്ള ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം കൃത്യസമയത്ത് തന്നെ പരിപാടിയിൽ പങ്കെടുത്തു. സംയോജിത റിഫൈനറി വികസന കോംപ്ലക്സിനോടൊപ്പം തന്നെ IOCയുടെ മൗണ്ട് LPG സ്റ്റോറേജ് സംവിധാനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നൈപുണ്യ വികസന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇതൊരു മുതൽക്കൂട്ടാവുമെന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പരിപാടി അവസാനിച്ച് അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് പുറപ്പെടും. വിനീത, പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും VIP-കൾ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു. ഗവർണർ ഉൾപ്പെടെയുള്ള ആളുകൾ പരിപാടിയിൽ എത്തിയിരുന്നു. എല്ലാവരും തന്നെ സ്ഥലത്ത് നിന്ന് തിരിച്ചിട്ടുണ്ടോ? നേരത്തെ മുഖ്യമന്ത്രിയുടെ വിമാനത്തിന്റെ കാര്യം സൂചിപ്പിച്ചിരുന്നു. തിരിച്ച് അദ്ദേഹം എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. തീർച്ചയായും അദ്ദേഹം വിമാനത്തിൽ തന്നെയാണ് തൃശ്ശൂരിലേക്ക് എത്തുക. അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം റോഡ് മാർഗം സ്വീകരിക്കും. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്റ്റേജിൽ ഇപ്പോൾ ഇവിടെയാണ് പരിപാടി നടത്തുന്നത്. പരിപാടി പൂർത്തി കഴിഞ്ഞു. ഇപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെയൊക്കെയുള്ള അവരുടെ ഫോട്ടോഷൂട്ടും അങ്ങനെയുള്ള ചെറിയ പരിപാടികൾ മാത്രമാണ് നടക്കുന്നത്. വേദിയിൽ പരിപാടികളൊക്കെ തന്നെ അവസാനിച്ചു. ഈ വിശിഷ്ടാതിഥികളായി എത്തിയവരൊക്കെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ പരിപാടി കഴിഞ്ഞ വേദിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് പുറപ്പെടും. അതിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. നിലവിൽ ഇവിടുത്തെ പരിപാടികളൊക്കെ തന്നെ പൂർത്തിയായി. വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു കീഴിൽ തന്നെയായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. 1:55 തന്നെ അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അദ്ദേഹം എത്താൻ ഒരല്പം വൈകുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിലെത്തുകയും തുടർന്ന് അദ്ദേഹം അവിടെ നിന്ന് റോഡ് മാർഗമാണ് വേദിയിലേക്ക് എത്തിയത്. തുടർന്ന് റോഡിലൊക്കെ തന്നെ ഗതാഗത നിയന്ത്രണവും അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണവും ഒക്കെ ഒരുക്കിയിരുന്നു. നിലവിൽ പരിപാടി നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. തൃശ്ശൂരിലേക്ക് സുവി വിശ്വനാഥ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുവി, അവിടെ എപ്പോഴാണ് യുവമോർച്ച സമ്മേളനം ആരംഭിക്കുന്നത്? പ്രധാനമന്ത്രി എത്ര സമയത്തോടെ സ്ഥലത്തെത്തും? ഏതൊക്കെ നേതാക്കളാണ് പ്രധാനമായും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്? യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചടങ്ങുകൾക്ക് മുന്നോടിയായി നിന്ന് യുവമോർച്ച പ്രവർത്തകരുടെ റാലി ഉണ്ടായിരുന്നു. ഈ റാലി ഇപ്പോൾ തേക്കിൻകാട് മൈതാനത്തിൽ സമാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്വാഗതം പറഞ്ഞതിനു ശേഷം യുവമോർച്ചയുടെ വിവിധ നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് 4:05 കൂടി
കുട്ടനെല്ലൂരിലെ മൈതാനത്ത് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങും. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗമാണ് ഈ തൃശ്ശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ എത്തിച്ചേരുക. അദ്ദേഹത്തെ കലക്ടർ ടി വി അനുപമയും സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്രയും ചേർന്ന് സ്വീകരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം തന്നെ അദ്ദേഹം കുട്ടനെല്ലൂരിൽ ഹെലിപാഡിൽ വന്നിറങ്ങും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇവിടെ എത്തിയതിനു ശേഷം യുവമോർച്ചയുടെ പ്രവർത്തകരെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. ഏതാണ്ട് 3 ലക്ഷത്തോളം പ്രവർത്തകർ എത്തും എന്നാണ് BJP കരുതിയിരുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം പ്രവർത്തകർ ഇപ്പോൾ ഈ തേക്കിൻകാട് മൈതാനിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്ത് ഇരിക്കുന്നുണ്ട്. കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വരവിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 2000-ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിലും ഒപ്പം തന്നെ കുട്ടനെല്ലൂരിലേക്ക് പോകുന്ന വഴികളിലെല്ലാം തന്നെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. 2 മണി മുതൽ തന്നെ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെയെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇത് 1 മാസത്തിനിടെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്ന 2ാമത്തെ ചടങ്ങാണ്. നേരത്തെ കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിനായിരുന്നു അദ്ദേഹം എത്തിയിരുന്നത്. എങ്കിൽ ഇന്ന് ശരി, സുവിയിലേക്ക് തിരിച്ചെത്താം. പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. പ്രസാദ്, എപ്പോഴാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിൽ എത്തുന്നത്? എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ധന്യ 4:15 പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിൽ നിന്നും തിരിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടെ യുവമോർച്ചയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമാപന സമ്മേളനമാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുക. 3 ലക്ഷത്തോളം പേർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. 3 ലക്ഷത്തോളം പ്രവർത്തകർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നതാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. ഇപ്പോഴും യുവമോർച്ചയുടെ പ്രകടനം ഇപ്പോഴും ഈ വേദിയിലേക്ക്, ഈ സദസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നു, യോഗസ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ ഈ യോഗസ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇപ്പോൾ ഈ പൊതുസമ്മേളനത്തിനുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ തവണ പത്തനംതിട്ട സന്ദർശിച്ചപ്പോഴും അദ്ദേഹം കൃത്യമായ സന്ദേശം തന്നെയാണ് നൽകിയിരുന്നത്. ആ സാഹചര്യം തന്നെയായിരിക്കും ഇപ്പോഴും അദ്ദേഹം ആവർത്തിക്കുക. നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും അതോടൊപ്പം തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെല്ലാം തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി പൊതുയോഗ സ്ഥലത്തേക്ക് എത്തും. ഇപ്പോൾ ഇവിടെ സമ്മേളന നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അല്പം പ്രധാനമന്ത്രിക്കായുള്ള കാത്തിരിപ്പിലാണ് പ്രവർത്തകരെല്ലാം തന്നെയുള്ളത്. വലിയ ആവേശം പ്രവർത്തകർ വലിയ തോതിൽ മുന്നോട്ട് വെക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊട്ട് മുന്നോടിയായിട്ടുള്ള ഒരു പൊതുയോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സന്ദേശം കേരളത്തിന് നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് യുവമോർച്ചയും BJPയും എല്ലാം തന്നെ കരുതുന്നത്. നമുക്കിപ്പോൾ ഇവിടെ അവരുടെ പ്രവർത്തകർ തന്നെയുണ്ട്. നമുക്ക് ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെ കാണുന്നു? അത് ഇവിടെ കേരളത്തിലെ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് കാണുന്നത്. ഈ വരവ് ഒരുപാട് സീറ്റുകൾ BJP കിട്ടും, ഒരു സംശയം വേണ്ട. നല്ല സീറ്റുകൾ കിട്ടി വൻ വിജയത്തോടെ ഞങ്ങൾ ജയിക്കും BJP. ഇത്തവണ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടാണ്. എന്തായാലും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് BJP അണികളും പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായുള്ള പ്രധാനമന്ത്രിയുടെ സന്ദർശനമായാണ് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ യുവമോർച്ച പരിപാടിയിൽ, സമാപന പരിപാടിയിൽ പങ്കെടുക്കുന്നതിനെ നോക്കിക്കാണുന്നത് എന്നും പ്രവർത്തകർ പ്രതികരിക്കുന്നു. തീർച്ചയായും സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി പ്രതികരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സുവി ചേരുന്നുണ്ട്. സുവി, അങ്ങനെ തന്നെ ആയിരിക്കില്ലേ സമകാലിക പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന് തന്നെ ആയിരിക്കില്ലേ ഇത്രയും അധികം ആളുകൾ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുചേർന്നതിന്റെ പ്രധാന കാരണം? തീർച്ചയായും ധന്യ, സമകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെയായിരിക്കും ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതാനും നിമിഷങ്ങൾക്കകം തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ യുവമോർച്ച സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. കൊച്ചിയിലെ BPCL വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം അദ്ദേഹം അല്പസമയത്തിനകം 4:15 എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം തൃശൂരിലെത്തും. തേക്കിൻകാട് മൈതാനിയിലെ പൊതുചടങ്ങിൽ യുവമോർച്ചയുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണം തന്നെയാണ്, അദ്ദേഹത്തിന്റെ പ്രസംഗം തന്നെയാണ്. അത്രയും ആളുകൾ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുചേർന്നിട്ടുണ്ട്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു.
സംയോജിത റിഫൈനറി വികസന പദ്ധതി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകും. BPCLന്റെ പദ്ധതികൾക്ക് സംസ്ഥാനം എല്ലാ പിന്തുണയും നൽകുമെന്നും സംയോജിത റിഫൈനറി വികസന പദ്ധതി ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സംരംഭങ്ങൾക്ക് വേണ്ട ഭൂമി ലഭ്യമാക്കിയതും കാലാകാലങ്ങളായി അത്തരത്തിൽ ആവശ്യമായ എന്തിനും ഭൂമി ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നതും സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഇൻ്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ പദ്ധതിക്ക് വേണ്ടി ചെലവായത് 16,504 കോടി രൂപയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിൽ ഒന്നാണിത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകളിലേക്ക്. CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് റെയ്ഡ് ചെയ്ത DCP ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടിയുണ്ടാകില്ലെന്ന് സൂചന. സസ്പെൻഷൻ അടക്കമുള്ള കടുത്ത നടപടി ഒഴിവാക്കുമെന്നാണ് വിവരം. കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകും. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ്, എന്ത് നടപടിയായിരിക്കും DCPക്കെതിരെ ഉണ്ടാകാൻ സാധ്യതയുള്ളത്? വിവരങ്ങൾ. ധന്യ, വനിതാ SP-ക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. സസ്പെൻഷനോ അതുപോലുള്ള കടുത്ത നടപടിയോ വനിതാ SP-ക്കെതിരെ ഉണ്ടാകില്ലെന്ന് പോലീസ് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം CPM തിരുവനന്തപുരം ജില്ലാ നേതൃത്വം കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണുള്ളത്. കാരണം ഗൂഢാലോചനയുടെ ഭാഗമാണ് ജില്ലാ കമ്മിറ്റി ഓഫീസിലെ റെയ്ഡ് എന്നാണ് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ സമ്മേളനത്തിന് തൊട്ടു മുൻപ് നടന്ന റെയ്ഡ് നാടകത്തിൽ നടപടി വേണമെന്ന് ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും യുവ വനിതാ ഉദ്യോഗസ്ഥയാണ്, അവർക്ക് പരിചയക്കുറവുണ്ട്. അതിന്റെ ഒരു കാര്യം ഈ റെയ്ഡ് നടപടിയിൽ നിഴലിച്ചു എന്നാണ് ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. കടുത്ത നടപടികളിലേക്ക് പോകില്ലെന്ന സൂചനയും നമുക്ക് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. ധന്യ. ശരി വിനോദ്. SP ചൈത്ര തെരേസ ജോണിനെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തി. ചൈത്ര തെരേസ ജോണിനെതിരെ കടുത്ത നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. റെയ്ഡ് നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സെർച്ച് വാറന്റ് ഇല്ലാതെയാണ് പരിശോധനയെന്നും ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. തടയുമായിരുന്നു, അവരെന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. അറസ്റ്റ് ചെയ്യാതെ എന്നുള്ള പരിശോധിക്കാനൊന്നും കഴിയില്ല. അവർക്ക് അറസ്റ്റ് ചെയ്ത് മാറ്റി അവർക്ക് പരിശോധിക്കാനാകും. അതായിരിക്കും അവർ ആഗ്രഹിച്ചെന്ന് തോന്നുന്നു, അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കുക എന്നുള്ളത്. അവർ തടഞ്ഞു എന്നെല്ലാമുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത് തന്നെ അവർ ബോധപൂർവ്വം നടത്തുന്നതാണ് എന്നുള്ളത് ആണ് ചെയ്തതെന്നുള്ളതിന് ഞങ്ങളെ അനുമാനം കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ്. മികച്ച നേട്ടവുമായി KSRTC. 4 നൂറ്റാണ്ടിന് ശേഷം ആദ്യമായി സ്വന്തം വരുമാനം ഉപയോഗിച്ച് KSRTCക്ക് ശമ്പളം നൽകാൻ കഴിയും. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, എത്രത്തോളം നേട്ടമാണ് KSRTC ഇത്രയും കാലത്തിന് ശേഷം ഉണ്ടാക്കിയിരിക്കുന്നത്? വിവരങ്ങൾ. സർക്കാരിൽ നിന്നുള്ള ധനസഹായമോ ബാങ്കുകളിൽ നിന്നുള്ള വായ്പയോ സംഘടിപ്പിച്ചാണ് സാധാരണ KSRTCയിൽ ശമ്പള വിതരണം. 4 നൂറ്റാണ്ടായുള്ള ഈ കീഴ്വഴക്കത്തിനാണ് ഇത്തവണ ഒരു മാറ്റമുണ്ടാകുന്നത്. ഈ ജനുവരിയിൽ സ്വന്തം വരുമാനത്തിൽ നിന്ന് KSRTC ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യും. 90 കോടി രൂപയാണ് ഒരു മാസം KSRTC ജീവനക്കാർക്ക് ശമ്പള വിതരണത്തിനായി ആവശ്യം വരുന്നത്. 31,720 സ്ഥിരം ജീവനക്കാരും 3,926 എൻപാനൽ താൽക്കാലിക ജീവനക്കാരുമാണ് ഇപ്പോൾ കോർപ്പറേഷനിലുള്ളത്. ഇവർക്കായി 90 കോടി രൂപയാണ് ഒരു മാസം ശമ്പള വിതരണത്തിനായി വേണ്ടി വരുന്നത്. ഇത്തവണ സ്വന്തം വരുമാനത്തിൽ നിന്ന് KSRTCക്ക് ശമ്പളം വിതരണം ചെയ്യാനുള്ള വഴി ഒരുങ്ങിയത് ശബരിമല സർവീസുകളിലൂടെയാണ്. ശബരിമല സർവീസുകളിലൂടെ ഇത്തവണ 45.2 കോടി രൂപയുടെ വരുമാനം ലഭിച്ചു. ഇത് മുൻ വർഷത്തെക്കാൾ 30 കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. ഇതാണ് ഇത്തരത്തിൽ നേട്ടത്തിന് KSRTCക്ക് വഴിയൊരുങ്ങിയത്. 15,000 രൂപ മുതൽ 1,50,000 രൂപ വരെ ശമ്പളം വാങ്ങുന്ന ജീവനക്കാരുണ്ട്. ഏതായാലും 4 നൂറ്റാണ്ടിന് ശേഷം ഇത്തരത്തിൽ സാധാരണ ഉള്ള കീഴ്വഴക്കങ്ങളിൽ മാറി സ്വന്തം വരുമാനത്തിൽ നിന്ന് ഈ ജനുവരിയിലെ ശമ്പളം ഫെബ്രുവരി 1 വിതരണം ചെയ്യുന്ന ജനുവരി മാസത്തെ ശമ്പളം സ്വന്തം വരുമാനത്തിൽ നിന്നായിരിക്കും KSRTC ജീവനക്കാർക്ക് ലഭിക്കുക. ശരി കാർത്തിക്. നമ്പിനാരായണനെതിരായ പരാമർശങ്ങളിൽ മുൻ DGPയും ശബരിമല കർമ്മസമിതി നേതാവുമായ TP സെൻകുമാറിനെതിരെ വിമർശനം ശക്തമാകുന്നു. അംഗീകാരം ലഭിക്കുന്നവർക്കെതിരെ സംസാരിക്കുന്നത് മലയാളിയുടെ ജനിതക പ്രശ്നമാണെന്ന് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിമർശിച്ചു. സെൻകുമാറിന്റെ പ്രസ്താവനകൾക്കെതിരെ സ്പീക്കർ P ശ്രീരാമകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും രംഗത്തെത്തി. അതേസമയം വിവാദത്തിനില്ലെന്നായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പിനാരായണന് പത്മ പുരസ്കാരം നൽകാൻ മാത്രം ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും ഇങ്ങനെ പോയാൽ ഗോവിന്ദച്ചാമിക്കും അവാർഡ് ലഭിക്കുമെന്നുമായിരുന്നു TP സെൻകുമാറിന്റെ പരിഹാസം.
എന്നാൽ പ്രസ്താവനയ്ക്കെതിരെ ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് വലിയ വിമർശനമാണ് ഉയരുന്നത്. വിവാദം സൃഷ്ടിക്കാതെ പുരസ്കാര നേട്ടം ആഘോഷിക്കാൻ ശ്രമിക്കണമെന്നായിരുന്നു കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ പ്രതികരണം. നല്ല കാര്യം എവിടെ നിന്നാലും ഏത് മലയാളിക്ക് സംഭവിച്ചാലും അതെല്ലാം നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. എന്തെങ്കിലും നല്ലത് മലയാളിക്ക് കിട്ടിയാൽ അതിനെ പാര വെക്കാൻ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന മലയാളി തന്നെയാണ്. അങ്ങനെ നമുക്ക് മാനസികമായ ചെറിയൊരു DNA പ്രശ്നമുണ്ട് നമുക്ക്. TP സെൻകുമാറിന്റെ പ്രസ്താവന മാന്യതയില്ലാത്തതാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തതെന്നുള്ളതിനെ സംബന്ധിച്ച് അവാർഡ് കൊടുത്തവർക്കൊരു യുക്തിയുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ ഒരു അവാർഡ് ലഭിച്ചയാളെ ആ നിമിഷം തന്നെ ആക്ഷേപിക്കാൻ മുതിരുന്നത് എന്തിൻ്റെ പേരിലായാലും അത്ര മാന്യമായൊരു ഇടപാടല്ല. നമ്പിനാരായണനെ കുറിച്ച് സെൻകുമാർ പറഞ്ഞത് പരമ അബദ്ധമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പ്രതികരിച്ചു. അത് കൊടുക്കുന്നതിൻ്റെ ന്യായത്തെയും യുക്തിയെയും ആരെങ്കിലും ഒരാൾ ചോദ്യം ചെയ്യുന്നതിന് അത്ര വലിയ അർത്ഥമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പരമാവധമാണ്. വിവാദത്തിനില്ലെന്നും താനുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നുമായിരുന്നു ചോദ്യങ്ങളോടുള്ള ഉമ്മൻചാണ്ടിയുടെ മറുപടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നമ്പിനാരായണനെതിരായ സെൻകുമാറിന്റെ പരാമർശം തെറ്റെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. നമ്പിനാരായണന്റെ പ്രായത്തെയെങ്കിലും മാനിക്കേണ്ടതായിരുന്നു. പരാമർശം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കരുതുന്നില്ലെന്നും കമാൽ പാഷ പറഞ്ഞു. സെൻകുമാറിന്റെ ആ പരാമർശം തീർത്തും അപക്വമായ ഒരു പരാമർശമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ബാക്കി ആ കേസിനെ സംബന്ധിച്ചിടത്തോളം എന്തും ആയിക്കോട്ടെ. അപ്പോൾ ആ കേസിൽ സെൻകുമാറിനും എതിരായിട്ടാണ് നമ്പിനാരായണൻ മൂവ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഹർജിയിൽ സെൻകുമാറും ഒരു എതിർകക്ഷിയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ രീതിയിലുള്ള ഒരു അഭിപ്രായ പ്രകടനം അപക്വമായി പോയി സെൻകുമാറിനെ പോലുള്ള ഒരാൾക്ക് പറ്റിയതാണെന്ന് എനിക്ക് തോന്നിയില്ല. ഒരാൾക്കൊരു അംഗീകാരം കിട്ടുമ്പോൾ ഒരു വന്യവയോധികനായ മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഒരു അംഗീകാരം കിട്ടി ആ ഒരു കാഴ്ചപ്പാടെങ്കിലും സെൻകുമാർ എടുക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. തുടരുന്ന ജാതി വിവേചനം. ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന അനുഭവങ്ങളുമായി കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനി നിവാസികൾ. സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ ജാതിപ്പേര് വിളിച്ച് അപമാനിക്കുന്നതായും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ പ്രത്യേക ബെഞ്ചുകളാണ് ഇരിക്കുന്നതെന്നും കോളനി നിവാസികൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. വിവാഹം തുടങ്ങി സാമൂഹ്യ ചടങ്ങുകളിലും വിവേചനം നേരിടുകയാണെന്ന് കോളനി നിവാസികൾ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും 35 കിലോമീറ്റർ അകലെ മേപ്പയ്യൂർ ഗ്രാമപഞ്ചായത്തിലെ പുലപ്രക്കുന്ന് കോളനി. പറയ വിഭാഗത്തിൽപ്പെട്ട 10 കുടുംബങ്ങളിലായി 35ഓളം പേർ താമസിക്കുന്നു. ഇവർക്ക് പറയാനുള്ളത് ജാതി വിവേചനത്തിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ്. ഞാളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൾ രണ്ടാൾ മാത്രം ഒരു ടേബിൾ മേൽ ഇരിക്കുകയായിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒരാൾ ആ ടേബിൾ മേൽ വന്നിരിക്കില്ല. ഞാൾ മാത്രമേ ഇരിക്കൂ. ഞങ്ങൾക്ക് പരമസുഖമായിട്ട് തിന്നാ, അല്ലാണ്ട് വേറെ ആരും ഇരിക്കില്ല. പറയറല്ല, പറയറടുത്ത് അങ്ങനെ പോയി ഇരിക്കുക. ബസ്സിൽ പിന്നെ പോയാൽ ഞാളൊരു സീറ്റിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഞാളെ മുഖത്ത് നോക്കി ഏറ്റവും അങ്ങ് ഇടിച്ചു പോകും. അങ്ങനെ തന്നെ ഒരു സ്കൂൾ മീറ്റിംഗ് ഉണ്ടെങ്കിലും പിന്നെ ഞാൾ സ്കൂൾ മീറ്റിങ്ങിന് പോയാലും ഞങ്ങളൊരു ബെഞ്ചിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇനി ആ ബെഞ്ചുമേൽ ആരും ഇരിക്കുകയില്ല. സ്കൂളുകളിലും പറയ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിവേചനം നേരിടേണ്ടി വരുന്നു. ഞങ്ങൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞാക്കിയാൽ ഒരു ബേക്കിലത്തെ ബെഞ്ചുമേലാണ് ഇരുത്തുക. അത് തന്നെ കുട്ടികൾ അടുത്തിരിക്കൂല. ജാതിപ്പേര് പറഞ്ഞ് അവഹേളിക്കുമ്പോൾ നേരിടുന്ന ഹൃദയവേദനയും കോളനി നിവാസികൾ പങ്കുവച്ചു. സ്കൂൾ മക്കൾ പോയാലും അതും അങ്ങനെ തന്നെ. പിന്നെ അല്ലെങ്കിൽ റോഡിൽ കൂടി ഞാളൊക്കെ പോകുമ്പോൾ ചെറിയ മക്കൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും അതാ പോന്ന പോലെ അങ്ങ് പിടിച്ചു കൊണ്ടുപോകും. 1974 പറയ വിഭാഗത്തിന് പതിച്ചു കിട്ടിയ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത്. 2 കുടുംബങ്ങൾക്കൊഴികെ ആർക്കും പട്ടയം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടുതന്നെ സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നുമില്ല. ആധുനിക കേരളത്തിലാണ് ഒരു മനുഷ്യ സമൂഹം അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ക്രൂരമായ ജാതി വിവേചനത്തിന് ഇരയാകുന്നത്. നവോത്ഥാന കേരളത്തിന് ഇനിയുമേറെ ദൂരം മുന്നോട്ടു പോകാനുണ്ടെന്ന് തെളിയിക്കുന്ന വസ്തുതകൾ. പുലപ്രക്കുന്ന് കോളനിയിൽ നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ കേസിൽ സാക്ഷികളായ കന്യാസ്ത്രീകളെ കൂട്ടത്തോടെ സ്ഥലം മാറ്റാനുള്ള നീക്കത്തിനെതിരെ രാജ്യത്തെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ. വിചാരണ കഴിയും വരെ കന്യാസ്ത്രീകളെ കുറുവിലങ്ങാട് മഠത്തിൽ തന്നെ പാർപ്പിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇവർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. സച്ചിദാനന്ദൻ, ആനന്ദ്, മനീഷ സേഥി തുടങ്ങിയ 50-ലധികം പേരാണ് കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത്.
കുറവിലങ്ങാട് മഠത്തിൽ താമസിക്കുന്ന കന്യാസ്ത്രീകളെ വ്യത്യസ്തയിടങ്ങളിലേക്ക് സ്ഥലം മാറ്റി ജലന്ധർ രൂപത ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള കേസ് ദുർബലപ്പെടുത്താനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് SOS ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതിന് പിന്തുണ നൽകിയാണ് രാജ്യത്തെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ രംഗത്തു വന്നത്. എഴുത്തുകാരായ സച്ചിദാനന്ദൻ, ആനന്ദ്, ഉമാ ചക്രവർത്തി, മനീഷ സേഥി, കവിതാ കൃഷ്ണൻ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ കന്യാസ്ത്രീകൾക്ക് പിന്തുണ അറിയിച്ചു. സ്ത്രീ വിമോചന സംഘടനകളും സാമൂഹിക മനുഷ്യാവകാശ സംഘടനകളും ആക്ഷൻ കൗൺസിലിന്റെ കത്തിന് പിന്തുണ നൽകിയിട്ടുണ്ട്. കേസിന്റെ വിചാരണ തീരും വരെ സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുള്ള കുറവിലങ്ങാട്ടെ മഠത്തിൽ നിന്ന് കന്യാസ്ത്രീകളെ മാറ്റാൻ അനുവദിക്കരുതെന്നും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് പ്രധാന ആവശ്യം. സ്ഥലം മാറ്റത്തിനെതിരെ അടുത്ത മാസം 9-ന് കോട്ടയത്ത് കൺവെൻഷൻ സംഘടിപ്പിക്കാൻ SOS തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഫാദർ അഗസ്റ്റിൻ വട്ടോളി കൗൺസിൽ കൺവീനർ സ്ഥാനത്ത് നിന്നും ഒഴിഞ്ഞു. ഫെലിക്സ് ജെ പുല്ലൂടനാണ് പുതിയ കൺവീനർ. ന്യൂസ് 18 കൊച്ചി.